നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദി പെർഫെക്റ്റ് ഫെയർവെൽ. രാജകീയമായിട്ടാണ് ടോണി ക്രൂസ് മടങ്ങുന്നത്. എന്തിന് നിങ്ങൾ ഇത്ര നേരത്തെ മടങ്ങുന്നു എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിൽ ബാക്കിയുണ്ട്. പക്ഷെ അവസാന കളിയിലും മികവിൻ്റെ പാരമ്യത്തിൽ കളിച്ചിട്ടാണ് ക്രൂസ് മടങ്ങുന്നത്. അതെ, ദി പെർഫെക്റ്റ് ഫെയർവെൽ എന്ന് പറയണം. അദ്ദേഹം ആദ്യമായിട്ട് UCL നേടിയ അതേ ഗ്രൗണ്ടിൽ അവസാനമായി കളിച്ച് വീണ്ടും ഒരു UCL മുത്തമിട്ടിട്ട് മടങ്ങുമ്പോൾ അതിന് പെർഫെക്റ്റ് ഫെയർവെൽ എന്നല്ലാതെ എന്താണ് വിളിക്കുക? ടോണി ക്രൂസ് കളി കഴിഞ്ഞിട്ട് പറഞ്ഞു, ദിസ് ഈസ് ദി പെർഫെക്റ്റ് എൻഡിങ്. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എൻഡിങ്. ഈ എൻഡിങ് ഞാൻ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുള്ള ഒന്നാണ്. താങ്ക് യു എന്ന് അദ്ദേഹം പറയുന്നു. 2013 ടോണി ക്രൂസ് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടുന്നു. അത് ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ബയേൺ മ്യൂണിക്കിനൊപ്പമാണ് കിരീടം ചൂടിയതെങ്കിൽ അതേ ടോണി ക്രൂസ് 2024 തൻ്റെ അവസാന മത്സരം കളിക്കുന്നത്, ക്ലബ് ഫുട്ബോളിൽ അവസാന മത്സരം കളിക്കുന്നത് വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ അതേ വെംബ്ലിയിൽ അതേ എതിരാളികൾ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ അവരെ പരാജയപ്പെടുത്തുന്നു, കിരീടം ചൂടിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നോക്കുക, അദ്ദേഹത്തിൻ്റെ UCL കരിയറിൽ അദ്ദേഹം ലണ്ടൻ, മിലാൻ, കാർഡിഫ്, കീവ്, പാരീസ്, വീണ്ടും ലണ്ടൻ, വീണ്ടും. അപ്പം ഇങ്ങനെ ലണ്ടനിൽ തുടങ്ങിയ കിരീട നേട്ടമാണ് പിന്നെ മിലാനിൽ പോയിട്ട് UCL നേടി, കാർഡിഫിൽ പോയിട്ട് നേടി, കീവിൽ പോയിട്ട് നേടി, പാരീസിൽ പോയിട്ട് നേടി, വീണ്ടും ലണ്ടനിൽ കിരീടം ഉയർത്തുന്നു. പോയറ്റിക് എന്ന് തന്നെ പറയണ്ടേ. തുടങ്ങിയിടത്ത് തന്നെ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. 6 കിരീടങ്ങൾ, 6 UCL കിരീടങ്ങൾ എന്ന ചരിത്ര നേട്ടത്തിൽ പങ്കാളിയായിട്ട് അദ്ദേഹം മടങ്ങുന്നു. അവസാന കളി കളിക്കുമ്പോൾ വെറുതെ അങ്ങ് ഇറങ്ങി വന്ന് അവസാനത്തെ കളി എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. കളിക്കളത്തിൽ മിന്നിൽ കത്തി 86 മിനിറ്റ് കളിച്ചു, 108 ടച്ചുകൾ, ഒരു അസിസ്റ്റ്, 94 പാസുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 94 പാസുകളിൽ 91 അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു. 4 കീ പാസുകൾ, 6 ലോങ് ബോളുകൾ കൊടുത്തതിൽ 5 അദ്ദേഹം കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 3 ഗ്രൗണ്ട് ഡ്യുവൽസിലെ 2 വിൻ ചെയ്തു. ആ ലാസ്റ്റ് ഡാൻസ് എത്ര മനോഹരമായിരുന്നു എന്നറിയണമെങ്കിൽ ഒരു കണക്ക് കൂടി പറയട്ടെ. ഈ മത്സരത്തില് 2 ടീമിലെയും താരങ്ങളെ എടുത്താൽ ഏറ്റവും അധികം എക്സ്പെക്റ്റഡ് അസിസ്റ്റ് അദ്ദേഹത്തിനായിരുന്നു. ഹൈയസ്റ്റ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ്. മോസ്റ്റ് ടച്ചസ് അദ്ദേഹമാണ് ഈ കളിയിൽ നടത്തിയത്. മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് ഈ കളിയിൽ നടത്തിയത് അദ്ദേഹമാണ്. ജോയിന്റ് മോസ്റ്റ് കീ പാസസ് അദ്ദേഹത്തിന്റെ വകയായിരുന്നു. മോസ്റ്റ് ആക്യുറേറ്റ് ക്രോസസ് അദ്ദേഹത്തിന്റെ വകയായിരുന്നു. ഇതിനേക്കാൾ ഇൻക്രെഡിബിൾ ആയിട്ട് എങ്ങനെയാണ് ഒരു കരിയർ അവസാനിപ്പിക്കുക? അതെ, രാജകീയമായിട്ട് തന്നെയാണ് ടോണി ക്രൂസ് മടങ്ങുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.